നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. തെരഞ്ഞെടുപ്പാണ്. അതെ, നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട് പോകാം. ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികളുടെയും മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ഒന്നിനോട് രസകരമായ ഒരു പിണറായി വിജയൻ ഏറ്റവും ആദ്യം ജയിച്ച സ്ഥാനാർത്ഥി മത്സരം ഈ കൂട്ടത്തിൽ രസകരമായ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും സീനിയർ മത്സരാർത്ഥി പിണറായി വിജയൻ തന്നെയാണ്. 1970 അദ്ദേഹം 70 അദ്ദേഹം MLA ആയി. അന്ന് 25-26 വയസ്സേ ഉള്ളൂ. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന PJ ജോസഫ്, AK ആന്റണി, കൊട്ര ഗോപാലകൃഷ്ണൻ, അതുപോലെ AC ഷൺമുഖദാസ്, അവരെല്ലാവരും ഉണ്ടായിരുന്നു. മറ്റവരെല്ലാവരും മാറി PJ ഇതോടുകൂടി അദ്ദേഹവും നിർത്തി, മകനെ ഏൽപ്പിച്ച് നിർത്തി. ഇനി പിണറായി വിജയൻ മാത്രമാണ്. 1970 എന്ന് പറയുമ്പോൾ എത്ര ഒരു അരനൂറ്റാണ്ട് കഴിഞ്ഞു. 56 വർഷമായി. ആണോ? അല്ല, അപ്പൊ ഞാൻ ശശീന്ദ്രനല്ലേ ഇയാളെക്കാൾ ശശീന്ദ്രൻ പ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം 80 ജയിച്ചത്. 1980 ജയിച്ചു. ശക്തൻ നാടാര് 1977 മത്സരിച്ചു. അതൊന്നും ജയിച്ചിട്ടില്ല. 77 മത്സരരംഗത്ത് അദ്ദേഹം ഉണ്ട്, സജീവമാണ്. അതെ, കോവളത്ത് മത്സരിച്ചു. അന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നീലൻ അവിടെ ഉണ്ടല്ലോ. നീലനുള്ളപ്പോൾ ഇവർക്ക് ആർക്കും നീലനെ കടത്തി വിട്ടാൻ പറ്റില്ലല്ലോ. അത്ര പവർഫുൾ ആയിരുന്നു. M.M. ഗോവന്നാരെ തോൽപ്പിച്ചില്ലേ 1980. നീലൻ ഒന്നും ആവാതെ ഇത്രയും. അല്ല, അതാണ് എനിക്ക് മനസ്സിലാത്തത്. കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും പറഞ്ഞാൽ നീലന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ കുറഞ്ഞ പ്രായത്തിൽ അന്നത്തെ കാലത്ത് AICC മെമ്പറായ ഒരാളാണ്. ആണോ? AICC മെമ്പറായി അന്നത്തെ കാലത്ത്, വളരെ ചെറുപ്പത്തിൽ. മാത്രമല്ല കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൽ ഈ സീനിയേഴ്സ് ഉള്ള സമയത്ത് അദ്ദേഹം AICC മെമ്പറായി. മാത്രമല്ല അദ്ദേഹം 77 MLA ആവുന്നു, അദ്ദേഹം മന്ത്രിയാവുന്നു. CH മന്ത്രിസഭയിൽ കുറച്ച് ആളുകൾ ആ സമയത്ത് തന്നെ മന്ത്രിയായി. അദ്ദേഹം CHന്റെ മന്ത്രിസഭയിൽ 30 ദിവസം കണ്ട ഉണ്ടായിരുന്നത് മന്ത്രിയായി. 80 അദ്ദേഹം പാർലമെന്റിലേക്ക്, അദ്ദേഹം 80 കോൺഗ്രസിലേക്ക് മാറുന്നു. M.M. ഗോവന്നാർ അന്ന് ഈ CPI ഇടതുപക്ഷത്തേക്ക് പോയല്ലോ. അപ്പോൾ M.M. ഗോവന്നാർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ML 77 കോൺഗ്രസിനൊപ്പം ജയിച്ച് MP ആയതാണ്, സിറ്റിംഗ് MP എന്ന് പറയാം. നീലനെ എതിർ സ്ഥാനാർത്ഥിയാക്കുന്നു. നീലൻ 1.5 ലക്ഷം വോട്ടിന് ഇദ്ദേഹത്തെ തോൽപ്പിക്കുന്നു. ഗോവിന്ദനായർ നീല തോൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ശക്തനായിരുന്നു. സമുദായത്തിൻ്റെ ഒരു ഇതുണ്ട്. മാത്രമല്ല നീലവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര ജനകീയനായ ഒരു മനുഷ്യനാണ്. എല്ലാവരുമായിട്ടും വളരെ ഇടപഴകുന്ന ഒരു വളരെ നല്ല കക്ഷിയാണ്. പക്ഷെ കാഴ്ചയിലൊന്നും തോന്നുന്നു. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് M. ഹസൻ ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ആനണി വിഭാഗം ഇടതുപക്ഷത്താണ്. PC ചാക്കോയും ഹസനുമായിരുന്നു ഈ M. ഗോവന്നാർക്ക്. അവർ മുന്നണിയാണല്ലോ. അപ്പോൾ ഈ ഫലം വന്നു തുടങ്ങി, ഇതിങ്ങനെ പോവുകയാണ്. ഈ നീലൻ്റെ വോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെടുന്ന മനസ്സിലായി. M. ഗോവന്നാരെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു. വേറെ കൊണ്ടല്ല, തോൽക്കണത് കൊണ്ടല്ല, വളരെ ജൂനിയറായിട്ടുള്ള M. ഗോവന്നാരെ പോലെ ഇത്രയും വലിയ സ്റ്റേച്ചറിലുള്ള ഇത്രയും വലിയൊരു ആള്, 57 ഭരണം കിട്ടുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാൾ നീലൻ്റെ ഐക്ക് ഇത്രയും വലിയ വോട്ടിന് തോക്കുക എന്ന് പറഞ്ഞാലേ. പിന്നീട് നീലൻ സംഭവിച്ചത്, നീലൻ കോൺഗ്രസിൻ്റെ MP ആവുന്നു. പിന്നെ അദ്ദേഹം ഒരു ബഹുഗുണ കോൺഗ്രസ് വിട്ട് പോയപ്പം അദ്ദേഹം കൂടെ അങ്ങ് പോയി. പക്ഷേ പിന്നീട് അദ്ദേഹം LDFനോട് ചേർന്നപ്പോൾ ഇവിടെ മന്ത്രിയാവാൻ പറ്റി. ചില പക്ഷേ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ചിലപ്പോൾ മന്ത്രിയാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പം മത്സരിക്കുന്നതിൽ പിണറായി വിജയനാണ്. ഇപ്പം ഈ പിണറായി മന്ത്രിസഭയിൽ, നയനാർ മന്ത്രിസഭയിൽ മറ്റേ പീഡനക്കേസിൽ പെട്ടുപോയി. പിന്നില്ല അദ്ദേഹം. ഇപ്പൊ അവർക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ല. അദ്ദേഹവും അതിന്റെ ഭാര്യ ജമീല മത്സരിക്കുന്നില്ല. ഇവരിപ്പോൾ RJD ആണല്ലോ. മറ്റേ RJDക്ക് സീറ്റ് കൊടുത്ത് ഇവിടെ ഒരു സീറ്റ് തിരുവനന്തപുരത്ത് സീറ്റില്ല. സാധാരണഗതിയിൽ നീലനുള്ളപ്പോൾ സമയത്തൊക്കെ ഈ ജനതാദൾ ഈ പല പാർട്ടികൾ മാറുമെങ്കിലും കോള സീറ്റ് പുള്ളിക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഭാര്യ MLA ആയിരുന്നു. പക്ഷെ ഇത്തവണ രണ്ടുപേർക്കും ഇല്ല. RJDക്ക് അവർ ബാർഗൻ ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടു. വീരേന്ദ്രകുമാറില്ലല്ലോ. പിന്നെ ശക്തൻ നാടാർക്കും ഇത്രയും പ്രായമായി കാണുമല്ലോ. ഇപ്പോൾ നല്ല പ്രായമുള്ള മനുഷ്യനാണ് ശക്തൻ നാടാർ. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യമുള്ള, അദ്ദേഹത്തിന് മന്ത്രിയാവാനും പറ്റി, സ്പീക്കറായിരിക്കാനും പറ്റി. മന്ത്രിയായി സ്പീക്കറുമായി, രണ്ടുമായി. അല്ല, അപ്പോൾ ഇപ്പോൾ ശക്തൻ നാടാരെ വീണ്ടും ഇവർ സീറ്റ് കൊടുക്കാൻ കാരണം എന്താണ്? അത് എനിക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹം ഒരു പ്രധാന, രമേശൊക്കെ പറഞ്ഞത് ജയിക്കും എന്നാണ്. ജയിക്കാൻ സാധ്യത തൽക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് സ്വന്തം സമുദായം, നാടാർ സമുദായത്തിൻ്റെ അദ്ദേഹത്തിന് അസാമാന്യ സ്വാധീനമുണ്ട്. ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനേറെ സുന്ദരൻ നാടാർ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടുണ്ട്. ആണോ? കുഞ്ഞുഷ നാടാർ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരെ സമുദായങ്ങളിൽ ഏറ്റവും ഈ നാടാർ സമുദായത്തിലെ വളരെ പ്രമാണിമാരായ ആളുകൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവർ ഒറ്റയ്ക്ക് നിന്നാൽ പോലും അവർക്ക് ജയിക്കാൻ കഴിയും. അൻസൽ നാടാർ തന്നെയാണ്. പക്ഷേ ആ സമുദായത്തിലെ ഒരുപക്ഷെ നാളെ ശക്തൻ നാടാർ ജയിച്ചു, അദ്ദേഹം മന്ത്രിയാണല്ലോ, UDF വന്ന്. അതൊരു പ്രത്യേകതയാണല്ലോ. അതുകൊണ്ടാവാം ഒരുപക്ഷെ ശക്തൻ നാടാർക്ക് സീറ്റ് കൊടുത്തത്. കാരണം എന്തുകൊണ്ട് കാട്ടാക്കട കൊടുത്തില്ല? അയാൾ കാട്ടാക്കടയായിരുന്നു അയാളുടെ മണ്ഡലം. കാട്ടാക്കട നേരത്തെ അദ്ദേഹം മത്സരിച്ചത് അവിടെയാണ്. എനിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാട്ടാക്കട സ്റ്റീഫനാണോ? അല്ല, കാട്ടാക്കട IB സതീഷാണ്. സതീഷ് നല്ല പേരല്ലേ? പേരാണ്. സിറ്റിംഗ് MLA ചെറുപ്പക്കാരനാണ്. ഒരു പക്ഷേ PK കൃഷ്ണദാസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നെയ്യാറ്റിൻകരയ്ക്ക് മാറിയതായിരിക്കും. നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു നാടാർ മെജോറിറ്റിയുള്ള, അവർക്കൊരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു മണ്ഡലം തന്നെ. നാടാർ ഈ ലത്തീൻ കത്തോലിക്കല്ലേ അവിടെ ഉള്ള? നാടാർ ഹിന്ദു ക്രിസ്ത്യനും ഉണ്ട്. രണ്ടും. ഒരു കുടുംബങ്ങളിൽ തന്നെ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവിടെയുള്ളതാണ്.
ഇപ്പോൾ SR തങ്കരാജ് എന്ന് പറഞ്ഞൊരു MLA ഉണ്ട്, അദ്ദേഹം പലതവണ ജയിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര MLA ആയിരുന്നു. അദ്ദേഹം പരാജയപ്പെടുത്തി. സുന്ദരേശൻ നായർ എന്ന് പറഞ്ഞ NDPയുടെ മന്ത്രിയായിരുന്ന ആളിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു മേഖലയിൽ നെയ്യാറ്റിൻകര, പാറശാല, കോവളം അവിടെയൊക്കെ തന്നെ ഈ സമുദായത്തിന് അസാമാന്യമായ സ്വാധീനമുണ്ട്. എന്തായാലും അതുകൊണ്ടൊക്കെ വർക്കല കഹാറിനെ വെച്ചത് അതുകൊണ്ട് തന്നെയാവും, അവിടെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ടാവും. സ്വാധീനമുള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം പലതവണ MLA ആയിരുന്നു അവിടെ. വർക്കല MLA ആയിരുന്നു. പിന്നെ വർക്കല കഹാർ അറിയാം, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ വന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ കടന്നു വന്ന് നേതാവായ ആളാണ്. MO ഹസൻ്റെ ഒക്കെ ഒരു സമകാലിയിലാണല്ലോ, പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ജയിക്കുമെന്നുള്ളത് കൊണ്ടാവാം സാധ്യത കൊടുത്തത്. ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിലെടുക്കുമ്പോൾ നമ്മൾ കോൺഗ്രസിലെ അലമ്പായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച. പക്ഷെ അത് എപ്പോഴും സീറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ പതിവ് പോലത്തെ ഒരു അലമ്പും കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. ഈ സുധാകരന്റെ പ്രശ്നം ഒന്ന് ഒഴിച്ച് നിർത്തിയാൽ അങ്ങനെ കാര്യമായ ബഹളമൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ എക്കാലത്തും അലമ്പ് ഉള്ളതാണല്ലോ. വന്ന് പറയാൻ അടിയും കുസ്തി ആരംഭിക്കുകയാണല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ ഇവർ ഈ പലരും പറയാൻ സഹദേവിക്കുന്നത്ര ദയനീയമൊന്നുമല്ല. മാത്രമല്ല ദയനീയത അപ്പുറത്തെ ഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു സുധാകരൻ ഇടഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. സുധാകരൻ ഇപ്പം കോൺഗ്രസ് അദ്ദേഹം തിരിച്ചും വന്നു. കൃത്യമായ മറുപടി പറഞ്ഞു. പാർട്ടിയാണ് വലുത്, ഞാനല്ലെന്ന് പറഞ്ഞു. അപ്പുറത്തെ അവസ്ഥ എടുത്ത് നോക്കാം. കണ്ണൂർ TK ഗോവിന്ദനെ പോലുള്ള ജില്ലാ സെക്രട്ടറി മെമ്പറായ ഇത്രയും സീനിയർ ഉള്ള ഒരാൾ പാർട്ടി വിട്ട് മത്സരിക്കുന്നു. അത് നല്ല അഭിപ്രായമായിരുന്നു. നല്ല അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തളിപ്പറമ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ CPM കാണിക്കുന്ന ഒരു വലിയ ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട, അവർക്ക് ഉറപ്പായിട്ടും ഭൂരിപക്ഷമുള്ള ചില സീറ്റുകൾ അവർ ഭയങ്കര ധാർഷ്ട്യം കാണിക്കും. ഉദാഹരണത്തിന് തളിപ്പറമ്പ് അവർ ജയിക്കും, തലശ്ശേരി അവർ ജയിക്കും, മട്ടന്നൂർ അവർ ജയിക്കും. ഇപ്പം മട്ടന്നൂരിൽ നിന്ന് ഈ ശൈലജ ടീച്ചറിനെ കൊണ്ട് പേരാവൂർ വെച്ചത് അഹങ്കാരമാണ്. അതെ. അതുപോലെ തന്നെ PK ശ്യാമള എന്ന് പറയുന്ന സ്ത്രീ ഒരു തരത്തിലും ഒരു പൊതുപ്രവർത്തകരുടെ യാതൊരു യോഗ്യതയുള്ള അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കുക. നമ്മൾ പറഞ്ഞത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും അല്ലെങ്കിൽ ഈ ഗോവിന്ദ മാഷർക്ക് അയാൾ പറയുന്ന തമാശയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, വിവരക്കേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മാത്രമല്ല ഇവരുടെ വീട്ടിൽ ഇവരുടെ ഒരു വിവാഹമോ മകൻ്റെയോ അങ്ങാണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് ജാതി വിഷയം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുക, അഹങ്കാരം അങ്ങോട്ട് തലയെ പിടിച്ചിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജാണ്. അപ്പോൾ ഇവർ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പദവിയൊക്കെ കിട്ടുന്നത്. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ CPM അങ്ങനെ ഒരു രീതിയില്ല. രണ്ട് സഖാക്കൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ വൃന്ദാക്കാരട്ടോ പ്രകാശ്കാരട്ടോ ആയിട്ടുണ്ട്. സുശീല ഗോപാലിന് AKG കഴിഞ്ഞ ദിവസം ഒരു അന്തംകമ്മി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെന്തിനാണ് നിങ്ങൾ ഇത്രയും ബഹളം വെക്കുന്നത് PK ശ്യാമളയുടെ പേരിൽ? AKG CPMന്റെ സമുന്നത നേതാവായിരുന്നപ്പോൾ തന്നെയല്ലേ സുശീല ഗോപാലിന് MP ആയത്? അത് ആദ്യം പണ്ട് MP ആയിരുന്ന കഥയാണ് കൊടുത്തിട്ടുള്ളത്, അയാൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ പാർട്ടി സാധാരണയാണ് എന്നുള്ള പറഞ്ഞു. പക്ഷേ PK ശ്യാമള സുശീല ഗോപാലിൻ്റെ അതേ സ്റ്റേച്ചറുള്ള നേതാവല്ല, അത് മനസ്സിലാക്കണം. അത് മാത്രമല്ല അവർ വലിയ നേതാക്കളായിരുന്നു. സുശീല ഗോപാലനും ഞാൻ പറഞ്ഞ ഗൗരി അമ്മയും TV തോമസും അവർ നേതാക്കളായിരുന്നു ആണല്ലോ. അല്ലെങ്കിൽ പ്രകാശ് കാരട്ടും ബൃന്ദ അവർ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കല്യാണം കഴിച്ചാണ്. അല്ലെങ്കിൽ ബ്രിട്ടനിലെ പോലെ ടോണി ബ്ലെയറും അവരുടെ ഭാര്യ, ഞാൻ പേര് മറന്നു ഇപ്പോൾ, അവർ പാർട്ടി പ്രവർത്തന ഭാഗമായിട്ട് കല്യാണം കഴിച്ചു. പക്ഷെ അപ്പോൾ അവർ രണ്ട് തീരുമാനിച്ചു ഒരാൾ രാഷ്ട്രീയത്തിൽ സജീവമായാൽ മതി, അങ്ങനെ ആവാം. അല്ല, CK ചന്ദ്രപ്പൻ്റെ ഭാര്യ ഉണ്ടായിരുന്നില്ല, ബുലു റായ് ചൗധരി. അവർ ബുലു റോയ് എന്ന പേര്, ബുലു അപ്പോൾ അവർ പേര് മറന്നു. പക്ഷെ അവർ ദമ്പതികളായിരുന്നു, കുഴപ്പമില്ല, അവർ രാഷ്ട്രീയത്തിലാണ്. ഇപ്പം D രാജ, അദ്ദേഹത്തിൻ്റെ ആനി രാജ, ഇവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് തരില്ല. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ PK ശ്യാമള എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട ഒരു മിനിമം വിനയം ഇല്ല. പിണറായി നശിപ്പിച്ചു, ആ മിനിമം വിനയം ഇവർക്കില്ല. എന്ന് മാത്രമല്ല, സാജൻ്റെ മരണത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കസേര ഇരിക്കുന്നിടത്തോളം കാലം അനുമതിയില്ല, നിനക്ക് ഇത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ആ സാജൻ കൊലയ്ക്ക് കൊടുത്ത ആ സ്ത്രീ. അവരെ എന്തുകൊണ്ടാണ് അവർ വന്ന് ഇവിടെ മത്സരിക്കുന്നത്? മാത്രമല്ല, സാജൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പാവപ്പെട്ട ഭാര്യയെ കുറിച്ച് എന്തെല്ലാം അതാണ് ഭയങ്കര. അന്ന് എനിക്കറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ CPMനെ ഇതായിക്കണം, നമുക്ക് ആദ്യം ചോർത്തി തരാൻ ശ്രമിച്ചു. അതായത് ഇവർ ദേശാഭിമാനി വാർത്ത വരുന്നതിന് മുമ്പ് ആദ്യം ഈ പോലീസിന്റെ റിപ്പോർട്ട് ആകുമ്പോൾ നമുക്ക് എന്തിട്ട് ഞാൻ കൊടുക്കത്തില്ല, അങ്ങനെയാണ് ഇവർ ദേശാഭിമാനി കൊടുക്കുന്നത്. കാരണം ഇവരുടെ ഒരു രീതിയാണ്. അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ഈ CPMന്റെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF വിജയിച്ചാൽ മാത്രം പോരാ, 3-4 കാര്യങ്ങൾ. പിണറായി വിജയൻ വലിയ തോതിൽ ഭൂരിപക്ഷം കുറയണം. ഈ CPMന്റെ കോട്ടകളിൽ, അതായത് ചില കോട്ടകളെങ്കിലും അവർ തോക്കണം. അല്ല, മാത്രമല്ല ഇദ്ദേഹത്തെ ഈ TK ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളൊക്കെ തന്നെ പഴയ തലമുറയിൽപ്പെട്ട ആളാണ്, പഴയ സ്വാത്വികരാണ് അവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജെയിംസ് മാത്യു എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ജെയിംസ് മാത്യുവിനെ
സാധാരണ എല്ലാ മനുഷ്യരുടെയും ഒരു സ്വീകാര്യതയുണ്ട്. ജെയിംസ് വാത്തിൻ്റെ ഭാര്യ സുകന്യ വലിയ രാഷ്ട്രീയ പഴയ SFI. സുകന്യക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് 13ാം പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു ആയിരിക്കണം. ആ സുകന്യയ്ക്ക് അവർക്ക് സീറ്റ് കൊടുത്തില്ലല്ലോ. ഇവരീ പറയുന്ന ഗോവിന്ദൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സീനിയോറിറ്റി ഉള്ള ആളാണ് സുകന്യ. സുകന്യ ആണെങ്കിൽ ഉറപ്പായിട്ട് കയറും. അപ്പം ഈ ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തിരിക്കുന്ന CPM-ൻ്റെ രീതിക്ക് വ്യത്യാസമാണ്. അതുകൊണ്ട് അവർ തോക്കണം. അവർ തോക്കാൻ വേണ്ടിയാണ് TK ഗോവിന്ദനോട് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി അവരെ പിന്തുണച്ച് നമ്മൾ കൈയടിക്കുന്നത്. അതെ, അതൊന്ന് തോറ്റു കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതുപോലെയാണ് അമ്പലപ്പുഴ ഗ്യാരണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് ജയിക്കാമായിരുന്നു. അതെ, സുധനാണ് അവസാനമായിട്ട് അവിടെ നിന്ന് ജയിച്ച കോൺഗ്രസ്സുകാരൻ. അതിന് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ CPM-ന്റെ ഇടയ്ക്ക് അതുപോലെ വേറെ സുധാകരനുണ്ട്, പിന്നെയുണ്ട് പയ്യന്നൂർ നമ്മൾ B കുഞ്ഞികൃഷ്ണൻ, ഒരുപാട് പേര് വോട്ട് ചെയ്യുന്ന വരാം. ഉണ്ട്. കാരണം കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ വേണ്ടി പുസ്തകപ്രകാശം എത്ര പേര് വന്നു. അതെ, അപ്പോൾ ഈ CPM-ന്റെ ഈ വീഴ്ചകളെല്ലാം മറച്ചു വെച്ചിട്ട് ഇവർ കോൺഗ്രസിന്റെ സ്ഥാനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പാർട്ടി ഗ്രാമങ്ങളെ സുധാകരൻ ലീഡ് ചെയ്തു. അപ്പോൾ അത് പരസ്യമായിട്ട് അവരെ അഭിപ്രായം പറയാൻ ഭയമുള്ള ആളുകൾ അവർ വോട്ടിൽ കൂടെ അവരെ പ്രതിഷേധം. രാജ്മോഹൻ പറഞ്ഞതുപോലെ ഇക്കുറി സീറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കാര്യം എതിർപ്പില്ല. അതിന് മുമ്പായിരുന്നു. അതെ, അലോഷ്യസ് ബഹളം വെച്ച് പിന്മാറി, എൽദോസ് ബഹളം വെച്ച് പിന്മാറി. ഹൈക്കമാൻഡ് പിടിമുറുക്കി എന്ന് മനസ്സിലായപ്പോഴേ അവർ സുധാകരന്റെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച തയ്യാറല്ല എന്നുള്ള വന്നപ്പോൾ തന്നെ എല്ലാവരും പണ്ട് കോൺഗ്രസിൽ ഇങ്ങനെ അല്ലല്ലോ. ഒരു അഴവഴമ്പ് നയമാണല്ലോ. ആ ഒരു നേതാവ് ബളം വയ്ക്കും, എന്നാൽ പിന്നെ നിനക്ക് തരാം, അയാളെ ബളം വയ്ക്കും, നിനക്ക് തരാം. പണ്ട് നമുക്കറിയാലോ കെ കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ കാണിച്ച് ഇതിൻ്റെ വേറെ പതിപ്പ് പിടിവാശി കാണിക്കുമായിരുന്നു. ഉദാഹരണത്തിന് പണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നു 91 കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അന്ന് രമേശ് സ്ഥാനാർത്ഥിയാക്കണമെന്നത് രാജ്യസഭയിലത്തേക്ക്. ആക്കൂലെന്ന് പറഞ്ഞു, ആക്കിയില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചു ധനകാര്യമന്ത്രി സ്ഥാനം. അതുപോലെ പിന്നീട് അദ്ദേഹം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം നമ്മുടെ കാസർഗോട്ടുള്ള നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. എന്തോ ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാക്കി. ഈ കോടോത്ത് ഗോവിന്ദൻ നായരുടെ തറവാടിരുന്ന കാസർഗോഡ് സ്ഥലമുണ്ട്. അവിടെ വലിയ കുടുംബമാണെന്ന് കേട്ടിട്ടുണ്ട് അവർ. തറവാട് അത് ഞാൻ മേടിച്ചായിരുന്നു ഇടക്കാലത്ത്. ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ നമുക്കത് റബ്ബർ തെങ്ങൊക്കെയാണ്, നമുക്ക് നഷ്ടമാവും. പിന്നെ നമ്മളത് കിട്ടിയ വിലക്ക് വിറ്റിട്ട് പോകും. പഴയ വീടായിരുന്നു. അയ്യോ, അതൊരു പഴയതായിരുന്നു. അപ്പോൾ കോടത്തെ നിർത്തി. അപ്പോൾ എന്ന് എല്ലാവരും കരുണാകരൻ അന്ന് ഹൈക്കമാൻ എന്ന് പറഞ്ഞാൽ കരുണാകരൻ ഏത് ഹൈക്കമാൻ, ഞാൻ തന്നെ ഹൈക്കമാൻ എന്ന രീതിയിൽ പുള്ളി പെരുമാറുന്ന രീതിയിൽ. പക്ഷേ അന്ന് വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്നതുകൊണ്ട് കോടത്ത് തോറ്റു. കാര്യം കോൺഗ്രസ് ആരെങ്കിലും ഇയാൾക്ക് വോട്ട് ചെയ്താൽ അയോഗ്യനാക്കും എന്നുള്ള നിലപാട് വക്കം എടുത്ത് കാണും. അത് പക്കത്തിന് പേടിയാണല്ലോ എല്ലാവർക്കും. ഇത് പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ, ഈ ഇവിടുത്തെ നേതാക്കന്മാർ ഈ ഹൈക്കമാൻഡിനെ വരച്ചവരെ നിർത്തി കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഹൈക്കമാൻഡ്, ഞാനാണ് ഹൈക്കമാൻഡ് എന്ന രീതിയിൽ പെരുമാറുമ്പോൾ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി. അത് നല്ലൊരു മാറ്റമാണ്. സുധാകരൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ടോമിച്ചൻ എന്ന് പറയും, കൊഴുവനാൽ. മറ്റേ ഇംഗ്ലണ്ടിലെ ലണ്ടനടുത്ത് വോക്കിംഗ് എന്ന സ്ഥലത്താണ്. ഭയങ്കര കേരള കോൺഗ്രസ്സുകാരനാണ്. യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരൊക്കെ പിണറായിയോടും CPM-നോടും വിരോധമുള്ളവരാണ്. നമ്മുടെ അതേ മനോഭാവമാണ്. പക്ഷെ അവർ കേരള കോൺഗ്രസ്, അവർ LDF ആണ്. അപ്പോൾ ഈ ടോമിച്ചൻ എന്നോട് ഇപ്പം ഇന്നലെയൊക്കെ ഭയങ്കര ആവേശം കൊണ്ടിട്ട്, കണ്ടോ ഞങ്ങൾ വീണ്ടും ഭരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു തോന്നലും പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു, വീണ്ടും ഭരിക്കും. നിങ്ങൾ എന്താ ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ രാജ്യം? ഇത് ശരിക്കും പറഞ്ഞാൽ VS-ന് സീറ്റ് നിഷേധിച്ച സമയത്ത് ഇവിടെ വലിയൊരു പ്രതിഷേധം നടന്നിരുന്നല്ലോ. അതുപോലത്തെ ഒരു ഭൂകമ്പം കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് ഇവരെല്ലാവരും പ്രതീക്ഷിച്ചു. സുധാകരൻ വരുന്നതോടെ സുധാകരൻ ഇളകുന്നു, സുധാകരൻ വെച്ച് സ്വതന്ത്രം നിൽക്കുന്നു, മലബാറിലെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ അദ്ദേഹം സ്വന്തക്കാരെ നിർത്തുന്നു, പ്രാദേശിക പാർട്ടി രൂപീകരിക്കുന്നു എന്നൊക്കെ വരെ ഇന്നലെ ചിലർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് ഈ സുധാകരൻ ഫ്ലാറ്റിൽ നിന്ന് വിളി ഇറങ്ങുന്നത്. അത് എക്സ്ക്ലൂസീവ്ലി കൊടുത്ത റിപ്പോർട്ടർ ചാനൽ ഒരു റിപ്പോർട്ടറുടെ ഫീച്ചറൊക്കെ ചെയ്തു. എക്സ്ക്ലൂസീവ്ലി സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്ന ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണെന്ന്. ഈ റിപ്പോർട്ടറാകുമ്പോൾ ഞങ്ങളുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു സ്ഥലമൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ല, മാത്രമല്ല ഇന്നലെ വേറെ ചില സോഷ്യൽ മീഡിയ സുധാകരൻ ഫ്ലാറ്റിൽ നിന്ന് ഡൽഹിയിൽ പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അത് വെറുതെ ഇരിക്കുകയല്ല, അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പ്ലാൻ ചെയ്യാണ് പ്രാദേശിക പാർട്ടി രൂപീകരിക്കാം. അതിൻ്റെ പേര് 29 സീറ്റ് തോൽക്കേണ്ടവൻ്റെ പട്ടിയെ പ്രത്യേകം തയ്യാറാവും, തോൽപ്പിക്കേണ്ടവൻ്റെ നിർത്തേണ്ടത് ആരാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ എല്ലാ പ്രതീക്ഷയും ഇന്നലെ രാത്രി ഒറ്റ അടിക്കില്ല. അപ്പം തന്നെ ഇറങ്ങി വന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്, ഞാൻ പാർട്ടിയല്ലേ, ഞാൻ പാർട്ടിയാണ് വലുത്, ഞാനല്ല, ഞാൻ ചെറുതാണെന്ന് പറഞ്ഞു ഒറ്റയടിക്ക് വെടിയിൽ പരിപാടി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിൻ്റെ ഈ ഒരു ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോയാണല്ലോ ഉറപ്പായിട്ടും കോൺഗ്രസ് UDF-നും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. അതായത് ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു മാറ്റം വന്നിട്ട് എക്കാലത്തും തെരഞ്ഞെടുപ്പാകുമ്പോൾ UDF-ലെ ഒരു കടിപിടി വരുമ്പോൾ ആളുകൾക്ക് വിഷമം വരും. മാത്രമല്ല UDF-ലെ ഘടകകക്ഷികൾ നേരത്തെ തന്നെ എല്ലാം ഫിക്സ് ചെയ്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് അവരെ രണ്ടത്താണ് പണങ്ങി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വിളിച്ചത് സെറ്റിൽ ചെയ്തു. BJP പോലും എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ല, കോൺഗ്രസ് എല്ലാ സീറ്റും പ്രഖ്യാപിച്ചു. BJP-ക്ക് ഇന്നും പെൻഡിംഗ് ആണ് പലത്. തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. മാത്രമല്ല
8 സീറ്റ് 10 സീറ്റ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ഒരു അലമ്പും ഇല്ലാതെ 8 സീറ്റാക്കി കുറച്ചു. മാറ്റി ഏറ്റുവാനൊരു ഇടുക്കിയൊക്കെ മാറ്റിയില്ലേ? നല്ല എഫക്ടിവിറ്റി 7ആണ്. അതായത് തൃക്കരിപ്പൂര് കൊള്ളാവുന്ന സീറ്റായിരുന്നു. ആ സീറ്റ് ഇവരെ എടുത്തിട്ട് കാഞ്ഞങ്ങാട് കൊടുത്തു. എല്ലാം അവിടെ തന്നെയാണ്. കാഞ്ഞങ്ങാട് എത്ര 40,000 വോട്ടിന് ഭൂരിപക്ഷ CPI. ആ സമയം തൃക്കരിപ്പൂര് 11,000 വോട്ടിനാണ് 2011 LDF ജയിച്ചത്. അങ്ങനെയുണ്ട്. അപ്പം പണ്ട് നായനാർ മത്സരിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂരിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൃക്കരിപ്പൂർ ചീമേനിയും കയ്യൂരും ഒക്കെ ഉണ്ടെങ്കിലും പാർട്ടി ഗ്രാമങ്ങളുണ്ടെങ്കിലും തൃക്കരിപ്പൂരിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മലയോര പ്രദേശങ്ങളുണ്ട്. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി എന്ന് പറഞ്ഞ 2 പഞ്ചായത്തുകളുണ്ട്. അവിടെയെല്ലാം ഈ ക്രിസ്ത്യൻ ഈഴവ കുടിയേറ്റക്കാരാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കംപ്ലീറ്റ്ലി UDF അനുകൂലമാണ്. അപ്പം ഇവർക്ക് ആദ്യമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കിട്ടുവാണ്. ഈ തൃക്കരിപ്പൂരിലുള്ള UDFകാരുടെ ഒരു വിഷമം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ വിഷമം, അവർക്ക് ഒരിക്കലും സ്ഥാനാർത്ഥി കിട്ടുന്നത് ഏതെങ്കിലും ഘടകകക്ഷിക്ക് തോക്കാൻ വേണ്ടി RSP, കേരള കോൺഗ്രസ്, CPM. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ റോഷിയൊക്കെ ആദ്യം മത്സരിച്ച് പേരാമ്പ്ര എല്ലാവർക്കും ഇക്ബാൽ എന്ന് പറഞ്ഞ് പേരാമ്പ്ര ഒരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുകയായിരുന്നു. അതായത് ഈ ഘടകകക്ഷികൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സീറ്റാണ്. RSP കണ്ണൂരിൽ സ്ഥിരം മത്സരിക്കുന്നത് അവിടെ ജില്ലാ കമ്മിറ്റി ഉണ്ടെന്ന് തന്നെ സംശയമാണ്. അപ്പം അവിടുത്തെ കോൺഗ്രസ്സുകാർ ആവേശത്തിലാണ്. കാരണം അവർക്ക് ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയെ നല്ല ഗ്ലാമറുള്ള സ്ഥാനാർത്ഥി കിട്ടി. അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവിടെ ഭയങ്കര സംഭവം നടക്കാം. എനിവേ ഞാൻ പറഞ്ഞ ആ സീറ്റ് കൂടെ ഒഴിവാക്കി കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 സീറ്റ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിന് 7 സീറ്റിലേക്ക് മാറ്റിയെന്ന് പറയേണ്ടി വരും. അല്ല, അത് പറഞ്ഞ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു. ലീഗ് അവരുടെ കാര്യങ്ങൾ ഒരു അലമ്പില്ലാതെ ലീഗ് ഒരു സീറ്റ് ഒരു കൂട് മേടിച്ചില്ല. ഈ 2 സീറ്റ് കുറച്ചിട്ടും ആകെപ്പാട് എനിക്ക് UDFന്റെ അകത്തുണ്ടായിട്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തവനൂര് ഒരിക്കലും ജോയിക്ക് കൊടുക്കരുതായിരുന്നു. അവർ ആ തവനൂരും ഇതിൽ ഭേദമായിരുന്നു. ഹിന്ദു മെജോറിറ്റിയുള്ള ഒരു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി ഇല്ല. അവിടെ കൊണ്ട് ക്രിസ്ത്യാനിയായ ജോയിയെ കൊണ്ട് നിർത്തി. ആ സമയം അതിൽ ഭേദമായിരുന്നു തിരുവമ്പാടി UDFന് വിട്ടു കൊടുത്തിട്ട് ജോയി അവിടെ കൊണ്ട് നിർത്തിയിട്ട് തവനൂർ ലീഗ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ തവനൂർ ഒരു ഹിന്ദു കാൻഡിഡേറ്റിന് വേണ്ടിയാണ് കൊടുക്കാൻ. അപ്പം ഇതൊന്നും അത് മാത്രമേ ശരിയാവാത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്കറിയില്ല ജയിക്കുമായിരിക്കും. കോൺഗ്രസ് ചെയ്ത ഒരു നല്ല കാര്യം അഭിജിത്തിനും ഇവർക്കെല്ലാം സീറ്റ്, ജോയിക്കുമെല്ലാം സീറ്റ് കൊടുത്തത് നല്ല കാര്യമാണ് ചെറുപ്പക്കാർ. അല്ല, അവർ അതുപോലെ തന്നെ ഇപ്പം തവനൂർ മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷം ക്രിസ്ത്യാനിക്ക് കൊടുത്തു. അതുപോലെ തന്നെ കൊച്ചി മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ആഴ്ച മറ്റൊരാളോടെ വിളിച്ച് ഭയങ്കര ബഹളം വയ്ക്കുന്നു, ഞങ്ങൾ ലത്തീൻ സ്ഥാനാർത്ഥി എന്നാലേ ജയിക്കുള്ളൂ, ഞാൻ കോൺഗ്രസ് പ്രവർത്തനാണ്. അങ്ങ് ഞാൻ അയാളടുത്ത് ചോദിച്ചു, ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളിങ്ങനെ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്ന മുഹമ്മദ് ഷിയാസ്, നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം അല്ല കേട്ടോ ആദ്യം പറയാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ നടത്തുന്ന പ്രവർത്തനം ഒരു DCC പ്രവർത്തനം നടത്തില്ല. ഒരു പ്രവർത്തനം ആവശ്യമാണ്. പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണമെങ്കിലും മുഹമ്മദ് ഷിയാസിനെ പോലെ നല്ല DCC പ്രസിഡന്റ് ഇല്ല. പുരസ്കാരം കൊടുക്കേണ്ടതാണ് ശരിക്കും. അത്ര നല്ല DCC പ്രസിഡന്റ്. ആ കാര്യം ഷിയാസിന് എന്ത് മതം, എന്ത് ജാതി, അയാൾ വിശ്വാസിയായിരിക്കാം, രാഷ്ട്രീയ പ്രവർത്തനം അയാൾക്ക് മതമൊന്നുമില്ല. അല്ല, ഞാൻ അയാളടുത്ത് ചോദിച്ചു, വിളിച്ച് ബഹളം വയ്ക്കുന്ന ആളത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ചരിത്രബോധം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. എറണാകുളം അസംബ്ലി മണ്ഡലം എല്ലാ കാലത്തും ലത്തീൻ്റെതാണ് പറഞ്ഞു കേട്ടിരുന്നത്, പറയുമായിരുന്നു, വിശേഷിപ്പിക്കുമായിരുന്നു. 87 നിങ്ങളുടെ ഏറ്റവും വലിയ സമുദായ നേതാവായ AL ജേക്കബ് മന്ത്രിയും KPC പ്രസിഡന്റ് ആയിരുന്ന ആൾ സാനു മാഷിനോട് തോറ്റുപോയി. അപ്പോൾ നിങ്ങൾ എന്തോന്ന് പറഞ്ഞു, നിങ്ങൾ ലത്തീൻ മാത്രം. അങ്ങനെ ഒരു സമുദായത്തിനെ നമ്മൾ താഴ്ത്തി പറയുകയോ മോശക്കാരാക്കുകയോ ചെയ്യുന്നതല്ല. എന്ത് ഈ സമുദായത്തിൻ്റെ പേര് കോൺഗ്രസ് പറയാൻ പോകുന്നത്? എന്തായാലും കോൺഗ്രസ് വളരെ, നമുക്ക് ആ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ എത്താം. കോൺഗ്രസിന് CPMൻ്റെ കാര്യത്തിൽ കൺക്ലൂഷൻ എത്താം. കോൺഗ്രസ് മൊത്തത്തിൽ അവരെ ഭേദപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞു VD സതീശനെ കടുംപിടുത്തമാണ് ഇതിനെല്ലാം കാരണമായെന്നാണ് എൻ്റെ വിശ്വാസം. കടുംപിടുത്തം അവിടെയാണ്, ബോൾഡാണ്. പിണറായിയുടെ കടുംപിടുത്തം കൊണ്ടാണല്ലോ CPM വിജയിച്ചിരുന്നത്. അത്രേ ഉള്ളൂ. അത്തരം കടുംപിടുത്തം, അത്തരം ബോൾഡായിട്ടുള്ള സ്റ്റാൻഡ് VD സതീശൻ എടുത്തു എന്നതുകൊണ്ടാണ് ഇപ്പം എല്ലാം ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നാച്ചുറൽ ലീഡറായിട്ടാണ് VD സതീശൻ കയറി കാണുന്നത്. നാച്ചുറൽ ലീഡറാണ്. പക്ഷേ ഇപ്പോഴും ഒരു അപകടം ബാക്കിയുണ്ട്. ഇപ്പം എല്ലാവരും കണക്ക് കൂട്ടുന്നത് എന്താണ്, MP മത്സരിക്കുന്നില്ല, അപ്പോൾ പിന്നെ VD സതീശൻ തന്നെയായിരിക്കും മുൻതൂക്കുന്നത്. പക്ഷേ MP മത്സരിക്കുന്നില്ല എന്നതിൻ്റെ കാര്യമൊന്നുമില്ല. KC വേണോൽ മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിച്ചാൽ ആകും. അപ്പോൾ ചിലർ ചോദിച്ചു, KC കൊണ്ട് ഇത്രയും ഇന്ന് ഒരാൾ ചോദിച്ചു, VD സതീശൻ എല്ലാ കടമ്പകളും കടന്നെത്തിയല്ലോ, ഇപ്പോൾ സുധാകരനെ ഒതുക്കിയല്ലോ, അപ്പോൾ VD സതീശൻ തന്നെ ആയിരിക്കത്തില്ല, കേരളം ഭയങ്കര ഭാഗ്യമായിരിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ആയിരിക്കത്തില്ല. കാരണം VD സതീശൻ ഇങ്ങനെ നീക്കങ്ങൾ നടത്തേണ്ട കാര്യത്തിൽ ഈ ട്രിപ്പീസ് കളിയാണ്. കൃത്യമായിട്ട് അയാൾ കയറി വരുന്നുണ്ട്. ഇത് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പണ്ടില്ലാത്തതിനേക്കാൾ കൂടുതലായിട്ട് KC വേണുഗോപാലിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്.
സത്യം പറഞ്ഞാൽ അയാൾ ഡൽഹി കേന്ദ്രീകരിച്ച് മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നുമുണ്ട്. അതെ, പക്ഷേ ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം. അവിടെ സജീവമായിട്ട് രംഗത്തുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഏത് സമര രംഗത്തുണ്ട് കേരളത്തിൽ. അപ്പം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ആഗ്രഹമുണ്ട്. കാരണം പുള്ളിയുടെ ആയുസിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരത്തില്ലെന്നറിയാം. അവ AICC ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആകെപ്പാടെ അധികാരമുള്ള സ്റ്റേറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. ഉദാഹരണത്തിന് കർണാടകയിൽ ഒരു കാര്യം എന്നോട് ജാസ്മിൻ ഷാ പറഞ്ഞു, കർണാടകയിൽ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഈ നേഴ്സുമാരുടെ എന്തെങ്കിലും ഈ KCയോട് പറഞ്ഞാൽ മതി, KCയുടെ സെക്രട്ടറി ശരത്തിനോട് പറഞ്ഞാൽ മതി, ശരത്തിനോട് പറഞ്ഞാൽ മതി. അവിടെ ഒരു വിഷയം ചെയ്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് മന്ത്രിയൊക്കെ നേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. നേരിട്ട്, കാരണം KC വിളിച്ച് പറഞ്ഞിരിക്കുന്നു, നേരിട്ടാണ് മന്ത്രിമാർ വിളിക്കുന്നത്, നേരിട്ടാണ് കാര്യങ്ങൾ തീരുമാനം. ആ അഡ്വാൻറ്റേജേ ഉള്ളൂ. അപ്പം KCയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാനായിരിക്കും KC ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ 6 മാസത്തിനകം MLA ആയാൽ മതി. 6 മാസം MLA ആണ്. ഇരിക്കൂറിലെ MLA സജീവ് ജോസഫിന് രാജിവെക്കാൻ പറഞ്ഞാൽ അയാൾ രാജിവെക്കും. അടുത്ത രാജ്യസഭ കൊടുത്താൽ മതിയല്ലോ. അയാൾക്ക് രാജ്യസഭ കൊടുത്താൽ മതി. അയാളെ സംബന്ധിച്ച് അയാൾ മന്ത്രിയാണെന്നും പോകുന്നില്ല. കാരണം അയാളെ KCയുടെ ഔദാര്യം കൊണ്ട് MLA അയാളാണ്. ഈ കേസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഏറ്റവും UDFന്റെ കോട്ടയം എന്ന് പറഞ്ഞത് ഇരിക്കൂറാണ്. വേറൊരു മണ്ഡലമില്ല. പേരാവൂർ പറയുമെങ്കിൽ പോലും അത്രത്തോളം പേരാവൂരിലെ ട്രഡീഷണൽ കണ്ണൂർ ഗ്രാമങ്ങളുണ്ട്. അതായത് പരമ്പരാഗത തീയന്മാരും നമ്പ്യന്മാരും ഉടങ്ങുന്ന പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമുണ്ടല്ലോ, അത് ഈ പേരാവൂരിലുണ്ട്. പക്ഷേ ഇരിക്കൂറിൽ ഒരു സ്ഥലമില്ല. മൊത്തം കുടിയേറ്റക്കാർ, ശ്രീകണ്ഠാപുരം ഒക്കെ അതും കുടിയേറ്റാ. മുസ്ലിം ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പരമ്പരാഗത ഇതുണ്ട്. ഈ ഒരു കണ്ണൂരുകാർ, ആ കണ്ണൂർ ഭാഷ സംസാരിക്കുന്ന അവർ നമ്പ്യാന്മാരും തീയന്മാരും പിന്നെ മറ്റാളുകളുമാണ്. അവർ ഈ ഇരിക്കൂറിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ അവിടുത്തെ ഇരിക്കൂറുകാരുടെ ഭാഷ തന്നെ ഈ നാട്ടുപുറത്തെ ഭാഷ ഞങ്ങളുടെ ഭാഷയാണ്, കോട്ടയം ഭാഷയാണല്ലോ. കോട്ടയം ഭാഷയാണ്. അവിടെയുള്ള ആളുകൾ മുഴുവൻ സംസാരിക്കുന്നത് കോട്ടയം. ഇവിടെയുള്ള ഇവരൊക്കെ പറയുന്നത് കണ്ണൂരാണേ ഉള്ളൂ. അവരാരും കണ്ണൂർ ഭാഷയല്ല സംസാരിക്കുന്നത്. അത് ടോട്ടലി ഡിഫറൻ്റ് ആണ് ആ സ്ഥലം. അപ്പോൾ അങ്ങനെ വരാനുള്ള KC ഇത്രയും വർഷമാണ് MLA ആയിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അവിടെ വാടക വീട് പോലും ഇല്ലായിരുന്നു. ഓഫീസില്ലേ KC ജോസഫിന് വാടക വീട് മുതൽ കഴിഞ്ഞ അയാൾ അവിടെ ആയിരുന്നു. ആലോചിച്ചു. അപ്പൊ അത്രയും ഉറപ്പുള്ള ഒരു മണ്ഡലമാണത്. അതായത് ഏത് കുറ്റിച്ചുമില്ല. ഇപ്പൊ രാജ്മോഹൻ UDF സീറ്റ് തന്നാൽ രാജ്മോഹൻ MLA ആണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പരിചയം വേണ്ട. നിങ്ങൾ MLA ആണോ? എനിക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്കറിയത്തില്ല. ക്രിസ്ത്യാനിയാണോ ആയിരിക്കും ചിലപ്പോൾ. അത് നമ്മളെല്ലാരും ക്രിസ്ത്യാനിയാവുന്നത് തോന്നുന്നു. എനിക്ക് പറ്റും. ഇരിക്കൂർ സീറ്റ് കിട്ടി അവർക്ക് ജീവിതകാലം വഴി MLA ആയിട്ടിരിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് CPMന്റെ അവസ്ഥ ദയനീയമായിരിക്കും. കാരണം ഞാൻ ഈ പറയുന്നത്, ഇവർക്ക് അവരുടെ കുത്തക സീറ്റായ തളിപ്പറമ്പിൽ തോൽവിയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജയിച്ചാൽ പോലും കഷ്ടിയായി, ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും തോറ്റന് തുല്യമാണ്. ഇന്ന് ഇവിടെ പയ്യന്നൂർ ഭൂരിപക്ഷം കുറയുന്നത് ഗ്യാരണ്ടിയാണ്. അതെ, പയ്യന്നൂർ ഭൂരിപക്ഷം കുറയുന്നത് ഗ്യാരണ്ടിയാണ്. പിന്നെ മൊത്തത്തിൽ അവർക്കുണ്ട്. പിന്നെ ഇത്രേ ഉള്ളൂ. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഞാനിപ്പം വർക്കല കഹാറിനെയും ശക്തൻ നാടാരെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ജയസാധ്യത അവർക്കായിരിക്കും. അവർക്കാണ് കാരണം എന്ന് വെച്ചാൽ മാത്രമല്ല ഇനി സമയമില്ല. ഇനി ഒരു പുതുമുഖത്തിനെ കൊണ്ട് അവിടെ പ്രസന്റ് ചെയ്യാനും പറ്റില്ല. ഇതൊരു മതി, ഇവരെ കൊണ്ട് സാധിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർക്ക് എല്ലായിടത്തും ബന്ധങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലായിടത്തും ഞാനിപ്പോൾ പത്തനംതിട്ട ഇവിടെ ആറന്മുള വിജയ് ഇന്ദുചൂടന് സീറ്റ് കൊടുക്കാത്ത വിഷമമുണ്ടായിരുന്നു. പക്ഷെ അബിൻ മിടുക്കനാണ്, അവനവിടെ കയറി. പക്ഷേ അവിടെ ആകെപ്പാടെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മളിത് ഒരു ട്രോജൻ കുതിരയെന്ന് പറയുന്നത് BJP ആണ്. ഈ BJPയുടെ ഒരു സ്റ്റാൻഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ BJP CPM തമ്മിൽ ധാരണയുണ്ട് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ BJPയും CPM തമ്മിൽ ധാരണയുണ്ട് എന്ന് പറയുമ്പോഴും സാധാരണഗതിക്ക് ഈ ധാരണയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ CPMനെ സഹായിക്കാൻ വേണ്ടി BJP വോട്ട് കച്ചവടം നടത്തുന്നു. അങ്ങനെയായിരുന്നു. അതിന് കാരണം BJPക്ക് ഒരിക്കലും വിജയസാധ്യത ഇല്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ BJP CPMനെ സഹായിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. BJP CPMമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ പോലും BJP അവരുടെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ടാണ് CPMമായിട്ട് ധാരണ എത്തിയത്. BJPക്ക് 2 ലക്ഷ്യങ്ങളുണ്ടോന്ന് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ 2020 കൊണ്ടുപോകുന്നത് പോലും ഈ വോട്ട് കച്ചവടത്തിനാണോ എന്ന് സംശയമുണ്ട്. എനിക്ക് BJPയിൽ ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു താത്വികനാണെങ്കിൽ എനിക്ക് 2020 ചേരാം. അതായിരുന്നു നമ്മൾ കണ്ടുവരിക. പക്ഷേ എന്നിട്ടും അങ്ങനെയുള്ളവരല്ല സ്ഥാനാർത്ഥികൾ. അങ്ങനെയുള്ള ഒട്ടും പ്രസക്തരല്ലാത്ത ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പം ഉദാഹരണത്തിന് ഞാൻ 2 മണ്ഡലങ്ങളുടെ കാര്യം മാത്രം എടുക്കുന്നു. ഒന്ന് തൃപ്പൂണിത്തറയും, 2 ഏറ്റുമാനൂരും. ഈ തൃപ്പൂണിത്തറയിലും ഏറ്റുമാനൂരിലും BJPക്ക് നല്ല അടിത്തറ. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പിടിച്ചു.
തൃപ്പൂണിത്തുറ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ പോലും സാധിക്കും. തുറവൂർ വിശ്വംഭര സാർ വലിയ തോതിലുള്ള വോട്ട് നേടി കഴിഞ്ഞ പ്രാവശ്യം 2016 BJP സ്ഥാനാർത്ഥിയായിട്ട് ആയിരുന്നു. തുറവൂർ BJP സ്ഥാനാർത്ഥി പിന്നെ ആയിരുന്നു മത്സരിച്ചിരുന്നു. അല്ല, അപ്പം നല്ലൊരു സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ സാറായിരുന്നു വോട്ട് പിടിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് 2020 കൊടുത്തത് ആദ്യത്തേത്? ഇനി 2020 കൊടുത്തെന്ന് വെച്ചോളൂ, കാരണം മുന്നണി ധാരണയിൽ അവർക്കും കൊള്ളാവുന്ന സീറ്റ് കൊടുക്കണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണ് എന്തുകൊണ്ട് അവിടെ നല്ല വിജയസാധ്യതയുള്ള പേരുള്ള ഒരു സ്ഥാനാർത്ഥി ആരെല്ലാം പ്രമുഖരായ നേതാക്കളുണ്ട്, എത്രയോ ആളുകളെ കിട്ടും. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ BJP സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്നോ CPM ആളെ കിട്ടും. അല്ലേ തന്നെ ഈ 2020 സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ജനപ്രിയനായ ഒരാളെ വെക്കണം. ബാബു തുറന്ന മത്സരിക്കാൻ ഇല്ല. അപ്പോൾ അവിടെ ജനപ്രീതിയുള്ള ഒരാളെ വെക്കണം. പക്ഷെ വെച്ചതാരെയാ? ഇനിയും അവർ കൊണ്ടുവന്ന് മാരാരെ വെച്ചിരുന്നാൽ പോലും അതിൻ്റെ അകത്ത് കാര്യം ഉണ്ടായിരുന്നു. അതെ. അതേപോലെ തന്നെ ഏറ്റുമാനൂർ 2020 എന്ത് ബന്ധമുള്ളത്? അവിടെ ഈ SNDPക്ക് വലിയ സ്വാധീനമാണ്. BDGS കൊടുത്താൽ നന്നായിട്ട് വോട്ട് പിടിക്കും. BDGS നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുള്ളതാണ്. തുഷാർ മത്സരിച്ചിട്ടുണ്ടോ? തുഷാർ ഏറ്റവും മത്സരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, കോട്ടയം അസംബ്ലി. അപ്പം ഈ BDGSന്റെ സാധനം ഒരു തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് കോട്ടയത്ത്. SNDPയുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. BDGS അദ്ദേഹത്തിനൊക്കെ മത്സരിച്ചാൽ വോട്ട് പിടിക്കും. പക്ഷേ വളരെ വിചിത്രമെന്ന് പറയട്ടെ, അതിൽ മനസ്സിലാക്കേണ്ട ചില വാസവനെ അവിടെ ജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റുമാനൂർ വാസവനെ ജയിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ചില ആളുകളെ ജയിപ്പിക്കാൻ വേണ്ടി ഇവർ 2020 മറവിൽ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും BJPയുടെ കാൻഡിഡേറ്റുകളെല്ലാം മെച്ചമാണ്. നമുക്കത് നോ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും മെച്ചമാണ് BJPയുടെ കാൻഡിഡേറ്റുകൾ. ശോഭാ സുരേന്ദ്രൻ തന്നെ എടുക്കാം. ശോഭാ സുരേന്ദ്രൻ, ഞാനൊരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ലക്കി സ്റ്റാർ ശോഭാ സുരേന്ദ്രനാണ്. അവരുടെ വിജയം ഉറപ്പെന്ന് പറയാം. എനിക്ക് പിഷാരുടെ ഒരു ഇഷ്ടമാണ്, നല്ല കക്ഷിയാണ്, നല്ല സ്നേഹമുള്ളതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പിഷാരുടെ പൊളിറ്റീഷ്യൻ അല്ല. പാലക്കാട് ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടൊരു മണ്ഡലമാണ്. പണ്ട് മുതലേ വളരെ കടുത്ത രാഷ്ട്രീയ നിലപാടുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റാണ്. ശോഭ എല്ലാ എതിർപ്പുകളെയും മറികടക്കാനുള്ള ശേഷി. അവർ ഏത് മണ്ഡലം ചെന്നാലും അവിടെ ഇടിച്ചു കയറാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് BJP ആദ്യം വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. നിയമം രാജീവ് ചന്ദ്രശേഖർ വലിയൊരു മതിപ്പുണ്ട്. ഒരു ഇതാള് കഴക്കൂട്ടത്ത് എത്രയോ കാലമായിട്ട് മുരളീധരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മഞ്ചേശ്വരം അവർക്ക് 1000 വോട്ട് താഴെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. അപ്പോൾ ഇത്തവണത്തെ ഈ ഹൈപ്പിൽ മഞ്ചേശ്വരം ഈ 4 സീറ്റ് ഉറപ്പാണ്. പക്ഷേ വീണ്ടുമുണ്ട് കാട്ടാക്കട. PK കൃഷ്ണദാസ് അവിടെ വീടെടുത്ത് താമസിക്കാൻ കുറേ കാലമായിട്ട്. ശ്രീലേഖ, വട്ടിയൂർക്കാവ് നല്ല അപ്രീസിയേഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേറെ സംശയമുള്ള കാര്യം, ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ഇനി സ്ഥാനാർത്ഥി അവർ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നവരെ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു പ്രതീക്ഷ. ഇവർ ഒരു പക്ഷേ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടിയുള്ള അല്ല, ആരെങ്കിലും പോരാൻ, അതായത് ഈ പറയുന്ന സീറ്റ് നിർണ്ണയം കഴിയുമ്പോൾ കിട്ടാനാവാം. അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമാണ്. കൃഷ്ണകുമാരെ കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞു കാണും. വട്ടിയൂർക്കാവില്ലെങ്കിൽ മത്സരിക്കുന്നില്ലോ എന്ന് പറഞ്ഞു കാണാം. അതുകൊണ്ടായിരിക്കും അവർ കൃഷ്ണകുമാറിനെ ആയിരിക്കാം വിചാരിച്ചത്. കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ലോ എന്ന് പറഞ്ഞു കാണാതിരിക്കാം. പക്ഷേ ഈ തിരുവനന്തപുരം സെൻട്രലിൽ BJPക്ക് വോട്ട് കിട്ടുമെങ്കിലും ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ കടലോര വോട്ടുകൾ ഒരു കോസ്റ്റൽ ഏരിയ കിട്ടത്തില്ല. അപ്പം എപ്പോഴും BJP തോറ്റു പോകുന്നത് ഈ കോസ്റ്റൽ ഏരിയ. CP ജോണിനെ അവിടെ നേരത്തെ വിജയിപ്പിക്കാന്നുള്ള UDFന്റെ പ്രസ്റ്റേജ് അത് CP ജോണിന് തന്നെയാണ്. CP ജോണിന് വലിയ മുൻതൂക്കമുണ്ട് അവിടെ. പ്രത്യേകിച്ച് ആന്റണി രാജു ഇല്ല. അപ്പോൾ CP ജോണിന് നല്ല മുൻതൂക്കം. അതുപോലെ AK ആന്റണി അവിടേക്ക് ഇറങ്ങി ഒന്ന് പ്രചരണത്തിന് വന്നാൽ മതി. അതാണ് ജയ ഉറപ്പാണ്. അത് CP ജോണിന് വേണ്ടി ഇറങ്ങും. കാരണം CP ജോണിനെ ഒരു തവണയെങ്കിലും MLA ആക്കിയില്ലെങ്കിൽ. അല്ല, മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തിന് CPM അനുഭവം പറയായിരുന്നു, പാവപ്പെട്ട ജയിച്ചാണ് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന്. വലിയ നേതാവായിരുന്ന ആൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുത്തിരുന്നതാണ്, കോട്ടയത്ത് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൻ്റെ ഷൂട്ട് നടന്നത്. CP ജോണിൻ്റെ തിരുവനന്തപുരത്തെ മത്സരിക്കുന്ന പോസ്റ്റർ ഷൂട്ട്. ആ ഷൂട്ട് കാണാൻ പങ്കെടുക്കാൻ വേണ്ടി സുരേഷ് കുറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവർ അത്ര അടുപ്പാണ്. അപ്പോൾ എല്ലാവരുമായും ഈ CPM വിട്ടുപോയിട്ട് വരും എല്ലാവരും വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ മറുനാടൻ മലയാളിയുടെ ഉദ്ഘാടനം 2008 മസ്കറ്റ് ഹോട്ടൽ വെച്ച് നടത്തുവാണ്. അന്ന് MA ബേബി തോമസ് നമ്മുടെ ഇടതുപക്ഷക്കാരാണ്. ആ കൂടെ വിളിച്ചപ്പോൾ CPM വിളിച്ചു. CPM നമ്മൾ കുറേ സക്കറിയ ഉണ്ടായിരുന്നു, എഴുത്തുകാരൻ സക്കറിയ, ഹാഫിസ് മുഹമ്മദ്, ശശി തരൂരായിരുന്നു, കേന്ദ്രമന്ത്രി ശശി തരൂരായിരുന്നു ഉദ്ഘാടനം. ആ ഇതിന് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചറിയോ, ഈ മറുനാടൻ മലയാളിയുടെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചാണ്. ഇദ്ദേഹം ഈ പ്രിൻ്റ് എടുത്തിട്ട് അക്ഷരത്തെറ്റുകളെല്ലാം മാർക്ക് ചെയ്തു ഒരു ഫയൽ കൊണ്ടേപ്പിച്ചു. ഇത് അക്ഷരത്തെറ്റുകളെല്ലാം ആലോചിച്ച് ആര് മെനക്കെടും?
ആര് ചെയ്യും ഇങ്ങനെയൊക്കെ? മാത്രമല്ല നല്ല സ്റ്റഡിയാണ് അദ്ദേഹം പാർട്ടി സിദ്ധാന്തങ്ങളെക്കുറിച്ച്. ഗോവിന്ദ മാഷിനെ പോലെയല്ല, കൃത്യമായിട്ട് ആ പാർട്ടി ലൈൻ എന്താണെന്ന് പറയാൻ അറിയാവുന്ന ഒരാളാണ് CP ജോൺ. അപ്പം പറഞ്ഞു വരുന്നത് ഈ BJPക്ക് ഈ പറയുന്ന സാധനം മാത്രമല്ല രാജ്മോഹൻ, ഇപ്പം ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുന്നു ആറന്മുള കുമ്മനത്ത്. ഈ ആറന്മുള 2 ഓർത്തഡോക്സുകാർ തമ്മിലാണ് മത്സരിക്കുന്നത്. 2 ഓർത്തഡോക്സുകാർ തമ്മിലാണ്. അബിനും മന്ത്രി വീണ ജോർജ്. അവിടെ ഓർത്തഡോക്സുകാർ ഉണ്ടെങ്കിൽ പോലും അവരല്ലല്ലോ ഓർത്തഡോക്സ് ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലല്ലോ. അല്ല, അവിടെ ഈഴവരാണ് ഭൂരിപക്ഷം ഉള്ളതെന്നാണ്. ഈഴവരുണ്ട്, നായന്മാരുണ്ട്, മറ്റേ യാക്കോബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ഈ 2 ഓർത്തഡോക്സുകാർ തമ്മിൽ മത്സരത്തിൽ കുമ്മനം രാജശേഖരൻ അത്ഭുതം സൃഷ്ടിക്കാം. മാത്രമല്ല കുമ്മനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയാണ് ഈ ആറന്മുള. അദ്ദേഹം വളരെക്കാലം അവിടെ പ്രവർത്തിക്കുകയും ആറന്മുളക്കാരനല്ലെങ്കിൽ പോലും ആറന്മുളക്കാരനായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതൊരു സാധ്യത. അതുപോലെ ഇവരെ ആരും കാണാത്ത നിശബ്ദമായ വിപ്ലവം നടക്കുന്ന എവിടെയാണെന്നറിയാമോ? പാലായാലും പൂഞ്ഞാറിലുമാണ്. PC ജോർജും മകൻ ഷോൺ ജോർജ് നേരത്തെ തന്നെ പാല ഫിക്സ് ചെയ്ത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്ട്. പക്ഷേ PC ജോർജ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനം സ്ഥാനാർത്ഥിയായിട്ട് വരുവാണ്. സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പം ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ UDFൻ്റെ കാൻഡിഡേറ്റിനെ കുറിച്ച് ചില പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞു. അവിടെ ആളുകൾക്ക് താല്പര്യക്കുറവുണ്ട്. LDFൻ്റെ കാൻഡിഡേറ്റ് മടുത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ ആളുകൾക്കിടെ ജോർജിനോടൊരു സ്നേഹം കൂടുതലുണ്ട്. ഈ പതിയെ ഒരു ജോർജ് തരംഗം പൂഞ്ഞാർ ഈ പാലായും പൂഞ്ഞാർ അടുപ്പിച്ചെടുക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ അച്ഛന് മോൻ അത്ഭുതം സൃഷ്ടിക്കാൻ അത്ഭുതപ്പെടേണ്ടതില്ല. വലിയൊരു കാര്യമാണ്. അതുപോലെ പല തിരുവല്ലയിൽ മത്സരിക്കുന്ന അനൂപ് ആന്റണി. ആ പയ്യൻ വളരെ ശാന്തനായ പ്രൊഫഷണൽ ആയിട്ടുള്ള മിടുക്കനായ ഒരാളാണ്. അപ്പം ഈ തിരുവല്ലയിൽ ഈ മാത്യു ടി തോമസ് 5ാമത്തെ തവണയും കണ്ടാണ് മത്സരിക്കുന്നത്. 5 6 ആണ്. അപ്പോൾ ആളുകൾ മടുക്കൂല്ലോ. അദ്ദേഹം മാർത്തോമക്കാരനാണ്. പിന്നെ നല്ല സൗമ്യനായ പെരുമാറ്റമാണ്. ഒരു മാർത്തോമ അച്ഛൻ്റെ മകനാണ്. പക്ഷേ ഇത്രയും കാലമായില്ലേ എതിർഭാഗത്ത് നിന്നിരിക്കുന്ന മാമൻ വർഗീസ് എന്നോ അങ്ങനെ പറഞ്ഞ ഒരാളാണ്. കേരള കോൺഗ്രസ്. പുള്ളി പ്രാദേശികമാണ്. ഇവിടെ ഈ പയ്യൻ അവൻ്റെ അമ്മ ഓർത്തഡോക്സും അപ്പൻ മറ്റേ മലങ്കരയാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു ഘടകം എല്ലാം കൂടെ വരുമ്പം ആ മേഖലയിലെ ഈ മലങ്കര സഭക്കാർക്കും അത്യാവശ്യം മലങ്കരയുടെ ആസ്ഥാനം എവിടെയാണ്? മലങ്കരയുടെ മേജർ രൂപത എവിടെയാണല്ലോ. തിരുമേനയുടെ നാട് എന്ന കല്ലൂപ്പാറയാണല്ലോ ആ മേഖലയിൽ. തിരുവല്ലയാണല്ലോ മലങ്കരയുടെ പ്രധാനപ്പെട്ട 2ാമത്തെ രൂപത, തിരുവനന്തപുരം കഴിഞ്ഞാൽ. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചലനങ്ങളൊക്കെ BJP സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഒരു 4 സീറ്റ് ഗ്യാരണ്ടി ആവുന്ന BJP ഒരു 5 8 സീറ്റിലേക്കൊക്കെ കയറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ജനങ്ങൾ ഇവർ ജയിക്കും എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് മുനിസിപ്പാലിറ്റികളൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും UDFൻ്റെ ഭരണമായിരിക്കും ഇപ്പോഴത്തെ. നമ്മളിന്ന് അതായത് മാർച്ച് മാസം 20-ാം തീയതി ഏകദേശം സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയായപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് നിഗമനം എന്ന് പറയുന്നത് UDF ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ ജയിക്കും. BJP എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സീറ്റ് പിടിക്കും. CPM അടിയിൽ. നമ്മൾ ഈ കൂടുതൽ ഒന്ന് പറഞ്ഞു പോകേണ്ടത് കേരള കോൺഗ്രസിലുണ്ടായ തലമുറ മാറ്റമാണ്. PJ മാറി അദ്ദേഹത്തിൻ്റെ മകൻ സത്യം പറഞ്ഞാൽ ആവശ്യമായിരുന്നു. അതാവശ്യമാണ്. ഈ അപ്പു മറ്റു മക്കളെ പോലെ അല്ല, വളരെ മാന്യനായ ശാന്ത സ്വഭാവക്കാരനായ ഹൈലി പ്രൊഫഷണൽ. ഇതേ നല്ല കക്ഷിയാണ് അപ്പു. ഇങ്ങനെ ഇടിച്ചു കയറി നേടിയെടുക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അപ്പുവിന് വിജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലുള്ള പ്രൊഫഷണൽസ് മന്ത്രിമാരൊക്കെ ആവാൻ അതുപോലെ നമുക്കൊരു വിഷമമുള്ള കാര്യം ഡോക്ടർ SS ലാലിന് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമാണ്. അത് വ്യക്തി വാഴക്കൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമാണ്. SS ലാലിൻ്റെ കാര്യത്തിൽ വലിയ സങ്കടം. അദ്ദേഹം തീർച്ചയായും വലിയൊരു അസറ്റാണ്. ഡോക്ടർ AR മേനോനാണ് ഒരു ഡോക്ടറുടെ ആരോഗ്യമന്ത്രി ആയിരുന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു ഡോക്ടർ ആരോഗ്യമന്ത്രി, അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധനായ ഒരാൾ മന്ത്രിയായി വരേണ്ടത് നമ്മളെല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്തായാലും നമുക്ക് കാണാം. ഇത് ആദ്യത്തെ ഒരു വിലയിരുത്തലാണ്. ഇനി പൾസ് മാറുന്നതനുസരിച്ച് നമുക്കും വീണ്ടും ചർച്ചകൾ നടത്താം. നന്ദി.